കോഴിക്കോട് കാൽനട യാത്രക്കാരായ സ്ത്രീകളെ ഇടിച്ചു നിർത്താതെ പോയ സ്വകാര്യ ബസിന്റെ ഡ്രൈവറിൽ നിന്ന് 0.12 ഗ്രാം MDMA പിടികൂടി. ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് അനസ് പിടിയായി. കോഴിക്കോട് വേങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന BSR എന്ന ബസ്സിലെ ഡ്രൈവറാണ് മുഹമ്മദ് അനസ്. ജംഷീർ കൊടിഞ്ഞി തന്നെ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ജംഷീർ, വിവരങ്ങൾ. രാവിലെയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ്സിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ MDMA പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേങ്ങര കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന BSR ബസ്സിൻ്റെ ഡ്രൈവറായ ചേലേമ്പ്ര പുള്ളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അനസ് എന്നയാളിൽ നിന്നാണ് 0.12 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അത് തിരൂരങ്ങാടിക്കടുത്ത് മൂന്നിയൂരിലെ ഹൈലൈറ്റ് മാളിന് സമീപം വെച്ച് 2 സ്ത്രീകളെ ബസ് ഇടിച്ചു നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് ഈ ബസ്സിൻ്റെ വിവരങ്ങൾ അടക്കം നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് ചെമ്മാട് ഭാഗത്ത് നിന്ന് ഈ ബസ് പിടികൂടുന്നത്. ഈ ബസ് പിടികൂടി പരിശോധന നടത്തുന്നതിനിടെ ഈ ഡ്രൈവർ അസ്വാഭാവികമായി ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ബസ്സിലേക്ക് പോലീസുകാർ കയറിയതോടെ ഈ ഡ്രൈവർ ഇറങ്ങി ഓടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പിന്നീട് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ പക്കൽ നിന്ന് ഇത്തരത്തിൽ MDMA പിടികൂടിയിരിക്കുന്നത്. സ്വയം ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് നൽകാനുമായാണ് ഇത് കൊണ്ടുവന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ് ഇത്തരത്തിൽ MDMA ഉപയോഗിച്ച് ഒരു ഡ്രൈവർ അത് ഡ്രൈവ് ചെയ്യുന്നുള്ളത് അത്രയേറെ ഗൗരവത്തിലെടുക്കേണ്ടതും അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ ഇയാൾക്കെതിരെ ഈ MDMA ഉപയോഗിച്ചതിനും ഇത്തരത്തിൽ റാഷ് ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളെ സർവീസിൽ വെക്കുന്ന ബസ്സിൻ്റെ മുതലാളിമാർക്കെതിരെയും നടപടിയെടുക്കണം, ബസ്സിനെതിരെയും നടപടിയെടുക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഉണ്ട് എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്.